മതസൗഹാർദ്ദത്തിന്റെ പെരുമ വിളിച്ചോതുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ ഈ പുതുവത്സര രാവിൽ പുതിയങ്ങാടി നേർച്ചയുടെ ചെറുകൊടിയേറ്റം നടന്നിരിക്കുകയാണ്. ജനുവരി 7, 8, 9 തീയതികളിലായാണ് 171ാമത് പുതിയങ്ങാടി നേർച്ച നടക്കുന്നത്. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد ولا تنسينا من تعلق بنا من نويناهم بها من جميع الأهوال والبليات وسلمنا وإياهم بها من جميع الأسقام والآفات وصل اللهم ثواب قراءتنا إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى حضرة الله جميع الأنبياء والأولياء وجميع عباد الله الصالحين وإلى حضرة شيخنا الشيخ ولي الله إياه عبد القادر قدس الله سره العزيز. അവിടെ ആണിണ്ടോ മുതിരാടിക്ക് അങ്ങനെ കയറ്റുകൂടി ഇരിക്കാൻ പറ്റുമോ ഇവിടെ കുത്തി തന്നാലില്ല ഇവിടെ കുത്തിനെങ്കിൽ തന്നാൽ മതി. ഇവിടെ കുത്തല്ല ബാക്കിക്കോട്ടെ ബാക്കിക്കോട്ടെ ഇവിടുന്ന് ബാക്കി കിട്ടാം. ഞാൻ പുതിയങ്ങാടി യാവുന്നങ്ങളവിലെ അവരുടെ 171ാമത് വലിയ നേർച്ചയുടെ
മുന്നോടിയായി നടന്നിട്ടുള്ള ചെറുകൊടിയേറ്റം ആണിപ്പോൾ ഇവിടെ നടന്നത്. തുടർന്ന് വലിയ നേരത്തെ ജനുവരി 7, 8, 9 തീയതികളിൽ പൂർവാധികം ഭംഗിയോടെ ആഘോഷപൂർവ്വം നടത്താനാണ് തീരുമാനം. നേർച്ചയുടെ മുന്നോടിയായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. വ്യാഴാഴ്ച രാവിലെ കഞ്ഞിക്കാരുടെ വരവ് നിരവധി അരിച്ചാക്കുകളുമായി മത്സ്യമാർക്കറ്റിൽ നിന്നും പുറപ്പെടുന്നതാണ്. അതുപോലെ തന്നെ തിരൂർ DYSP 2 മണിക്ക് കൊടികെട്ടിന കർമ്മം നടക്കും. നേർച്ച കമ്മിറ്റിയുടെ കൊടി DYSPക്ക് കൈമാറിയതിന് ശേഷം അദ്ദേഹമാണ് കൊടി തിരിച്ച് കൈമാറിയത്. തുടർന്ന് 3 ദിവസങ്ങളിലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് 50-ൽ പരം പെട്ടിവരവുകളാണ് പ്രതീക്ഷിക്കുന്നത്. കൊടിയേറ്റ വരവിൽ 8 ആനകളും അതിൽ ബാൻഡ് വാദ്യമേള ഉപകരണങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ വരവോടുകൂടി 3 ദിവസം നീണ്ടുനിന്ന നേരത്തേക്ക് സമാപനം കുറിക്കും. വരെ നിങ്ങൾ പറഞ്ഞു എല്ലാവരും മുജ്മൻ പറഞ്ഞപ്പോൾ DJ നിരോധിച്ചിരിക്കണമെന്ന് പറഞ്ഞ വാർത്ത ശരിയല്ല. ആലോചിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. DJ അങ്ങനെ നിരോധിച്ചിട്ടില്ല. കുറച്ച് സൗണ്ടുകളൊക്കെ കുറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉൾക്കൊള്ളിക്കുക എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട് CA-നായിട്ട്. CA അപ്പോൾ അത് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറയുന്നത്. നിരോധിച്ച് എന്ന് പറയുന്നത് ശരിയല്ല. DJ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപൂർവം വരവുകളിൽ ആണ് DJ ഉണ്ടാവുക. DJ അല്ല, നമ്മളവിടെ RDO മീറ്റിംഗ് കഴിഞ്ഞ് എന്നുമ്പോൾ തന്നെ ഒരു ന്യൂസ് ചാനലിൽ കണ്ട്. അത് ആദ്യം തന്നെ ഹെഡ്ലൈൻ തന്നെ കൊടുത്തിക്കണേ BPM നേർച്ചക്ക് DJ നിരോധിച്ചിരുന്ന അങ്ങനത്തെ ഒരു സംസാരം അവിടെ നടന്നിട്ടില്ല. DJൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ബുധനാഴ്ചൻ്റെ അന്ന് അവർ പോലീസ് എല്ലാവരും പാടെ DSP CA എല്ലാവരും പാടെ ഒരു കമ്മിറ്റി കൂടിയിട്ട് അതിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. ആ തീരുമാനത്തിൽ തന്നെ അതിന് സാധാരണ മറ്റുള്ള സ്ഥലത്ത് കൊണ്ടുവരുന്ന പോലെ ആ വലിയ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ആവറേജ് കണ്ടിട്ടുണ്ടാവും. അതിപ്പോൾ എല്ലാവരും അതേപോലെ DJ വേറെ ഒരു പരിപാടിയല്ല നമ്മളാ പുതിയങ്ങാടിയിൽ. അപൂർവ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ നേർച്ച കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അന്നുണ്ടായിരുന്ന പ്രാദേശിക സർവകക്ഷി എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിന് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആന 8 ഉണ്ടാവും. 8 ആന. എങ്ങനെ നമ്മൾ 3 മണിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. ഇവിടുന്ന് ഞങ്ങൾ ഒരു 2 മണിക്ക് പോകും. DSP സാറിൻ്റെ അടുത്ത് കൊടി നമ്മൾ കൈമാറും. ആ കൊടി അദ്ദേഹം നമുക്ക് ഇവിടുന്ന് കൊണ്ടുവന്ന മുളമേൽ കെട്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് തന്ന് നമ്മളതേറ്റിട്ട് പോരും. അത് നേരെ പുഴുങ്ങുന്ന് പോകും. പുഴുന്ന് പോയിട്ട് അവിടെ തിരിച്ച് വന്നിട്ട് ഏകദേശം ഒരു 7 മണി കണ്ടിട്ട് നമ്മൾ കൊടിയേറ്റ കർമ്മം നടത്തും. പിന്നെ അന്ന് പരിപാടികളൊന്നുമില്ല. ഒരു വരവുള്ളൊരു കൊടിയെത്തുന്നുള്ളത്. പിന്നെ 2ാം നേർച്ചക്കും 3ാം നേർച്ചക്കുമാണ് വരവുകളുള്ളത്. ആ വരവുകളിൽ പല വെറൈറ്റി ഐറ്റംസുകളും ഉണ്ടാവും. DJ അനുവദിക്കും എന്നാണ് ഞങ്ങളെ പൂർണ്ണ ഒരു പ്രതീക്ഷ ഉള്ളത്. അപ്പോൾ എന്നിരുന്നാലും ഇനിയിപ്പോൾ അവർ നിരോധിക്കില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നിരോധിച്ചിരുന്നു. എന്നിട്ട് കല്ലിങ്ങൽ അപ്പോൾ നമ്മൾ ഈ മീറ്റിങ്ങിൻ്റെ അന്ന് ചോദിച്ചപ്പോൾ അവർ കല്ലിങ്ങലും നമ്മളെ താന്നൂരൊന്നും DJ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കല്ലിങ്ങലുണ്ടായിരുന്നു. കല്ലിങ്ങൽ DJ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിരോധിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇവിടെ നിരോധിക്കുക. അതാണ് അതിൻ്റെ ഒരു ശൈലി. BPM മാത്രമല്ലല്ലോ. അപ്പോൾ അവരത് ഉൾക്കൊണ്ടിട്ട് ഞങ്ങൾ ഒന്ന് കമ്മിറ്റി കൂടിയിട്ട് നമുക്ക് വേണ്ടി ചെയ്യാമെന്ന് നമ്മളെ നാട്ടിലെ പ്രമുഖരായ നമ്മളെ നേതാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട്. നേർച്ച കമ്മിറ്റിയോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ഒരു പരിപാടി നല്ല ഗംഭീരമായിട്ട് ആഘോഷപൂർവ്വം നടക്കുമ്പോൾ പലതും ഉണ്ടാവും. അതിൽ DJ ഉണ്ടാവും. DJ ഇപ്പോൾ അടുത്ത് വന്നാണെങ്കിലും ഇതിൻ്റെ മുന്നിട്ട് നാസിക് ഡോളായിരുന്നു. നാസിക് ഡോൾ പോയതിൻ്റെ ശേഷം ഇപ്പോൾ DJ വന്ന് ഇനി കാലക്രമേണ പലതും വരും. അപ്പോൾ അത് ഓരോ ഉത്സവത്തിൻ്റെ ആ ഉത്സവമാണല്ലോ. ഉത്സവത്തിൻ്റെ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഓരോ കോലങ്ങളുണ്ടായിരിക്കും. ഞങ്ങളൊന്നും നിരോധിക്കില്ല. 8 ആന കറക്റ്റായിട്ടുണ്ടാവും. വിശ്വാസികളെ ഭാഗമായിട്ട് വരുന്ന കുറ്റിവരവ് ഞങ്ങൾക്ക് എങ്ങനെ കൊടുത്താലും തടയരുത് എന്നുള്ള ഒരു ഹൈക്കോടതി ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ എന്ത് കൊടുത്താലും ഞങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടാവില്ല. പോലീസാണ് നടപടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അനുസരിച്ചാൽ പറ്റും. 8 ആന കറക്റ്റായിട്ടുണ്ടാവും. കമ്മിറ്റി നമ്മളെവിടെ എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയാണ്. മറ്റുള്ള പൂര സ്ഥലങ്ങളുമായി വരവ് കമ്മിറ്റിയല്ല, നേർച്ച കമ്മിറ്റി കൊണ്ടിരുന്നതാണ് ആ തിരൂർ തന്നെ വരവിലുള്ള ആനകളും
ഫുൾ സാധനങ്ങളും ഞങ്ങൾ 2 ആന നോക്കുന്നുണ്ട്. ആനക്ക് ലാസ്റ്റ് ടൈറ്റുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളെ കയ്യിൽ 8 ആന റെഡി ആയിട്ടുള്ളത്. ഞങ്ങൾ 2 ആനയും കൂടി നോക്കുന്നുണ്ട്. അത് പറയാച്ചിട്ടാണ് ദിവസങ്ങളുണ്ടല്ലോ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വരും, ചിലപ്പോൾ കൂടും. ഇപ്പം ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്ന 8 ആനയാണ്. 2 ആനയും കൂടി നോക്കുന്നുണ്ട്. ചിലപ്പോൾ മിക്കവാറും 10 ആവും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉള്ളത് പറഞ്ഞത് മാത്രം. ഇപ്പോൾ ഉള്ളത് 8 ആന. തിരക്ക് കൂടും. ഇപ്പോൾ ചെറുകൊടിയേറ്റത്തിൻ്റെ ഇല്ല, അതില്ല, അത് എല്ലാ വർഷവും ഉണ്ടാകും. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഈ വരുന്നത്. അവർക്ക് ആകെ VP അങ്ങാടി, ഈ വാരങ്കോട്ട വേല അങ്ങനെയുള്ളതിന് ഒരു ആഘോഷമുള്ളൂ. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ ഗൾഫിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ സാധാരണക്കാർക്കുള്ള പരിപാടിയാണിത്. അതിന് സാധാരണക്കാരും എല്ലാവരും വരുന്നു, ആഘോഷിക്കുന്നു. പിന്നെ ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഈഗ്ലാൻഡിലോ മറ്റിടത്തൊക്കെ പോകാൻ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ സാജി നമ്മുടെ പരിപാടി തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചെറിയ കൊടിയേറ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ചെയർമാനും കൺവീനറൊക്കെ സൂചിപ്പിച്ചതുപോലെ നേർച്ചയ്ക്ക് മാറ്റുകൂട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ നിലവാരത്തിലുള്ള ഉപകരണങ്ങളോടുകൂടി ഇവിടേക്ക് വരുന്ന കൊടിവരവിൽ ആ വരവ് കമ്മിറ്റി ഉൾപ്പെടുത്തുന്ന എല്ലാ ഐറ്റംസും ഇവിടേക്ക് കൊണ്ടുവരണമെന്നാണ് കമ്മിറ്റീൻ്റെ ഞങ്ങളൊക്കെ അഭിപ്രായം. നേർച്ച എങ്ങനെ പൊലിപ്പിക്കുക എന്നുള്ളതാണ് വരവ് കമ്മിറ്റിക്കാരും നാട്ടുകാരും നേർച്ച കമ്മിറ്റിയൊക്കെ ആലോചിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളും അത് വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വലിയ കൊടിയേറ്റ വരവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്നതോടുകൂടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയാണെങ്കിലും ഇവിടെ നേരത്തെ നിങ്ങൾ ഷോ പരിപാടിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചതുപോലെ അത് ഒരാഴ്ചക്കാലമാണ് ഇവിടുത്തെ നാട്ടുകാർ ആഘോഷിക്കുന്നത്. 3 ദിവസമല്ല. ഇതിൻ്റെ ചടങ്ങുകൾ 3 ദിവസമാണെങ്കിലും ഈ പ്രദേശത്തുകാർ, തിരൂർ മേഖലയിലെ ആളുകൾ ഒരാഴ്ചക്കാലം അതിൻ്റെ ഒരു ആഘോഷ തിമിർപ്പിലാണ്. ഇത് എല്ലാ വർഷവും വളരെ ജനകീയമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു ജനകീയ കൂട്ടായ്മ മറ്റു ഒരു പ്രദേശത്തും കാണാൻ സാധ്യതയില്ല. ഇതിൻ്റെ തുടക്കം മുതൽ ഈ നേർച്ച അവസാനിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും കമ്മിറ്റിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് എത്ര വലിയ ആശയപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളും ബഹുജനങ്ങളും പൊതുസമൂഹമാകെ ഈ നേർച്ചയെ നെഞ്ചേറ്റി ഒരു നല്ല രീതിയിൽ ഇത് വിജയിപ്പിക്കാനാവശ്യമായ പ്രവർത്തനമാണ് നടക്കുന്നത്. അതിന് അനുകൂലമായ രീതിയിൽ ഇപ്പോൾ നേരത്തെ അവിടെ DJനെ പറ്റി പറഞ്ഞു. കഴിഞ്ഞ യോഗത്തിൽ CSR വളരെ കൃത്യമായി ഞങ്ങളോട് പറഞ്ഞതാണ്, DJയുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുകയാണെങ്കിൽ പോലും DJ അടുത്ത വരവ് കമ്മിറ്റിക്കാരെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിനകത്ത് പോലീസ് അത് വിശദീകരിക്കും. ഇത് തെറ്റായ ഒരു വാർത്തയാണെന്ന് വന്നത്. എന്തായാലും അതിനനുകൂലമായ കമ്മിറ്റിയൊക്കെ ആവശ്യപ്പെട്ടതുപോലുള്ള ഒരു അനുകൂലമായ തീരുമാനം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പോലീസാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാകെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നത്, അതേപോലെ റവന്യൂ അധികൃതർ. അപ്പോൾ ഈ നേർച്ചയുടെ നടത്തിപ്പ് വിജയകരമായി നടത്തുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളുടെയും സഹായ സഹകരണങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ സഹായം ഞങ്ങൾ വലിയ രീതിയിൽ ആവശ്യപ്പെടുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
കഞ്ഞിക്കാരുടെ വരവിൽ തുടങ്ങി ചാപ്പക്കാരുടെ വരവിൽ അവസാനിക്കുന്ന പുതിയങ്ങാടി നേർച്ചയ്ക്ക് ആഘോഷവും ആർപ്പുവിളികളും കരിമരുന്ന് പ്രയോഗവുമൊക്കെയായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത്തവണയും സംഗതി കളറാക്കാൻ തന്നെയാണ് കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത്. എഡിറ്റർ ലൈവിന് വേണ്ടി ക്യാമറമാൻ ഷെബീറിനൊപ്പം പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് റിപ്പോർട്ടർ അശ്വതി.